ഇതാണ് എൻ്റെ അച്ചമ്മ വീട്. വർഷങ്ങളായിട്ട് ഇവിടെ അച്ചമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മ വീടെന്ന് പറഞ്ഞത്. 2018 എൻ്റെ അച്ഛൻ നമ്മളൊക്കെ വിട്ടു പോകുന്നത്. അത് പിന്നെ എൻ്റെ പഠിത്തം കഴിയുന്നവരെ ഞാനായിരുന്നു അച്ചമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുവരെയുള്ള എൻ്റെ എല്ലാ ചെലവുകളും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും എല്ലാം അച്ചമ്മയായിരുന്നു. ഇതിനൊക്കെ പൈസ എവിടുന്നാന്ന് അറിയാമോ? ഈ പറമ്പിൽ 473ഓളം റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ടാപ്പിംഗ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ പാലെടുക്കാൻ തുടങ്ങും. 10 മണിയിൽ നിന്ന് ഒരു ഉച്ച വരെ എല്ലാത്തിൻ്റെ അച്ചമ്മ ഒറ്റയ്ക്ക് പാലെടുത്തിട്ട് അതിനൊരൊഴിച്ച് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഒരു 10-20 ഷീറ്റ് ഉണ്ടെങ്കിൽ 4 പ്രാവശ്യമായിട്ട് ചുവന്നുകൊണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് മെഷീനില്ല. ഈ ഒരു മലയുടെ മേലിലാണ്, വേറൊരു പറമ്പിലാണ് ഉള്ളത്. അങ്ങോട്ട് അതിനൊരു 10-200 മീറ്റർ നടന്നുകൊണ്ട് അതിന് ചുവന്നുകൊണ്ട് പോയിട്ട് ഷീറ്റാക്കിക്കൊണ്ട് വരും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിലവൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ നിന്ന് വൈകുന്നേരം വരെ എന്താണ് ഈ ഒരു പണി ചെയ്തുകൊണ്ടേ ഉണ്ടാവും. വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല. ഇതേപോലത്തെ ഒരു അച്ഛമ്മ നിമക്കുണ്ടോ? എൻ്റെ അച്ഛമ്മ ഒരു 13-14 വയസ്സിൽ കല്യാണം കഴിച്ചു. ആ പ്രായത്തിൽ നിന്ന് ഈ പ്രായം വരെ കഷ്ടപ്പാടുകളെ അനുഭവിച്ചിട്ടുള്ളൂ. ഞാനൊക്കെ പൈസക്കാരനായിട്ട് വേണം ഈ കഷ്ടപ്പാടുകളൊക്കെ ഇല്ലാതാക്കാൻ.